നമസ്കാരം. ഷിയാസ് കരീം, സ്റ്റാർ മാജിക് താരം ഷിയാസ് കരീമിൻ്റെ ഒരു വീഡിയോ വല്ലാണ്ട് വൈറലായിരിക്കുകയാണ്. വീഡിയോ മറ്റൊന്നുമല്ല, ഒരു പെൺകുട്ടിയെ ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുന്നു. പെൺകുട്ടി പറയുകയാണ്, എനിക്ക് ബീഫിൽ താല്പര്യമില്ല. നീ എന്താ സംഘിയാണോ, BJP ആണോ, നിനക്ക് ബീഫ് കഴിച്ചുകൂടാത്ത എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയെ വല്ലാണ്ട് നിർബന്ധിക്കുകയാണ്. പെൺകുട്ടി ഇയാളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ബീഫ് കഴിക്കണം, അതാണ് ഇയാളുടെ മനസ്സിൽ. ഇയാളോട് തിരിച്ച് പോർക്ക് കഴിക്കാൻ പറഞ്ഞാൽ ഇയാൾ സമ്മതിക്കുമോ? അവരവരുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയും പിന്തുടരുന്നതിന് ഷിയാസ് കരീമിന് എന്താണ് കുഴപ്പം? ഇവിടെ ഒരു കേരള സ്റ്റോറി 2 ഉണ്ടായിരുന്നു. കേരള സ്റ്റോറി 2-ൽ ഇവിടെ കേരളത്തിൽ വരുന്ന കേരളത്തിലേക്ക് വിവാഹം കഴിച്ച് വന്ന പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു രംഗം അതിലുണ്ടായിരുന്നു. ആ രംഗത്തിനെതിരെ വളരെ ശക്തമായ ആക്രമണമാണ് മാധ്യമങ്ങളിലൂടെ നിരവധിയായിട്ടുള്ള ആൾക്കാർ നടത്തിയത്. അവർ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടോ എന്ന്. ബീഫ് കഴിക്കാൻ നിർബന്ധിക്കാതെ തന്നെ ഇവിടെ കേരളത്തിലുള്ളവർ കഴിക്കും. അപ്പോൾ അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ താരങ്ങളടക്കം വന്നിട്ടുണ്ടായിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇവിടെ ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ഷിയാസ് കരീം ഒരു ദൃശ്യത്തിലൂടെ എത്തുകയാണ്. അതായത് ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു. പെൺകുട്ടിയെ വളരെ ശക്തമായി ഫോഴ്സ് ചെയ്യുകയാണ്. ഷിയാസ് കരീം അത്ര നല്ല വ്യക്തിയാണ് എന്ന അഭിപ്രായമൊന്നും ആർക്കുമില്ലല്ലോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്ക് മുന്നെയാണ് ഷിയാസ് കരീം എന്ന വ്യക്തിയും പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന ഗുണ്ടയുമായിട്ടുള്ള മാഫിയ നേതാവുമായിട്ടുള്ളൊരു ബന്ധം വലിയ ചർച്ചയായത്. ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഔറംഗസേബ് എന്ന് പറയുന്ന മറ്റൊരു ഗുണ്ട, ഈ മറ്റൊരു ഗുണ്ടയോട് ഈ പൊള്ളാച്ചിയിൽ വെച്ച് ചില കൊട്ടേഷനൊക്കെ കൊടുക്കുകയും ആ കൊട്ടേഷൻ നടത്തിപ്പ് ചില കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇവരുടെ ബന്ധം വലിയ ചർച്ചയായി, സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി. അങ്ങനെ ഷിയാസ് കരീം അതിലൂടെ കൂടി പ്രശസ്തനായ ആളാണ്. കേവലം സ്റ്റാർ മാജിക്കിലൂടെ മാത്രമല്ല അപ്പോൾ ഷിയാസ് കരീം പ്രസിദ്ധനായത്, ഇത്തരം ചില കാര്യങ്ങളിൽ കൂടെ ഷിയാസ് കരീം പ്രസിദ്ധനാവുകയായിരുന്നു. ഇനി ഷിയാസ് കരീമിൻ്റെ പ്രശ്നം അവിടെയും തീരുന്നില്ല. ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന എങ്ങനെയാണ്? വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചു. അതിൻ്റെ പേരിൽ അറസ്റ്റൊക്കെ നടന്നു. 2023 മുതൽ എന്തോ ഈ കുട്ടിയുമായി ഇദ്ദേഹത്തിന് ലൈംഗിക ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്നാണ് ഷിയാസ് കരീം അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഷിയാസ് കരീം അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്കത് പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കുവാനൊന്നും സാധിക്കുകയില്ല. പ്രത്യേകിച്ചും ഇത്തരത്തിൽ സ്വഭാവമുള്ള ആൾക്കാർ. എന്തിനായിരുന്നു പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ ഷിയാസ് കരീം എന്ന വ്യക്തി നിസ്സാരക്കാരനല്ല. അപ്പോൾ ബീഫ് കഴിക്കാൻ വേണ്ടി ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചതും നിസ്സാര കാര്യമാക്കി എടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. കേരളത്തിൽ വലിയ രീതിയിൽ ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ലവ് ജിഹാദിൽപ്പെട്ട പെൺകുട്ടികൾ ICCയിലേക്കും മറ്റിടങ്ങളിലേക്കുമൊക്കെ എത്തുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും ഇതിനെയൊന്നും കണ്ണടച്ചുകൊണ്ട് ഇരുന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ നമുക്കറിയാം, തിരുവനന്തപുരത്തുള്ള നിമിഷ ഫാത്തിമ, ആറ്റുകാലിലെ ബിന്ദുവിൻ്റെ മകൾ, ഈ നിമിഷ ഫാത്തിമ എവിടെ വച്ചിട്ടായിരുന്നു മതം മാറ്റത്തിന് വിധേയമായത്? സഫേർ എന്ന് പറയുന്ന ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു ഈ നിമിഷ മതം മാറ്റത്തിന് ആദ്യം വിധേയമായത്. എങ്ങനെയായിരുന്നു സഫേറിൽ വെച്ച് ഈ നിമിഷ മതം മാറ്റത്തിന് വിധേയമായത്? സഫേറിൽ പഠിച്ചിരുന്ന ഈ പെൺകുട്ടിയെ ഊറ്റുകുഴി എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഒരു പ്രദേശത്തുള്ള ഒരു സലഫി സെൻറ്ററിൽ ഇവളെ കൊണ്ടുവരികയും അവിടെ വച്ചിട്ടാണ് ഈ പെൺകുട്ടി മതം മാറ്റത്തിന് വിധേയയായി എന്നതാണ് പിന്നീട് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരമെന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് തന്നെയായാലും അവിടെ വച്ചിട്ട് ഇത്തരത്തിൽ മതമാറ്റത്തിന് വിധേയമായതിനു ശേഷം പിന്നീട് ആണ് ഈ പെൺകുട്ടിയെ സത്യസരണിയിലേക്കും മറ്റിടങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോയതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മതമാറ്റത്തിൻ്റെ തുടക്കം നടന്നത് ഈ ഊറ്റുകുഴിയുന്ന ഈ സെൻറ്ററിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഒക്കെ തിരുവനന്തപുരത്തും കേരളത്തിലും ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യം വൈറലാകുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത ഒരു വിഷയം തന്നെയാണ്. ഇനി ഈ നിമിഷ ഫാത്തിമ പിന്നീട് എങ്ങോട്ടാണ് പോയത്? അവർ ICCയിലേക്കാണ് പോയത്. ICCയിൽ പോയി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലോ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ പെൺകുട്ടിയുടെ അമ്മ ഇപ്പോഴും നീറി കഴിയുകയാണ്. ഇനി മറുഭാഗത്ത് മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്, അഖില ഹാദിയയുടെ പ്രശ്നം. ഈ അഖില മതം മാറി വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യത്തെ ഭർത്താവ് ഷഫിൻ ജഹാൻ ഉപേക്ഷിച്ചു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഭർത്താവിൻ്റെ കൂടിയാണ്. ഈ രണ്ടാമത്തെ ഭർത്താവ്
ഈ അമ്മ മരിച്ചപ്പോൾ, അഖിലയുടെ അമ്മ മരിച്ചപ്പോൾ അവിടേക്ക് വിടുവാൻ പോലും തയ്യാറായില്ല. ഈ പെൺകുട്ടിയെ ഓർത്തോർത്ത് കരഞ്ഞാണ് ആ അമ്മ ചങ്കുപൊട്ടി മരിച്ചത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നു. ഒരു 300ഓളം ഒരു കേരള സ്റ്റോറി എടുക്കുവാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ലവ് ജിഹാദും ട്രാപ്പ് ജിഹാദും വളരെയധികം സജീവമാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല വിവിധ സ്ഥാപനങ്ങൾ, TCS അടക്കമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്നതാണ്. TCS അടക്കം ആസൂത്രിതമായി അവിടുത്തെ HR തന്നെ സംഘടിതമായി ഈ പെൺകുട്ടികളെ മതം മാറ്റുവാൻ വേണ്ടിയിട്ട് ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് അനധികൃതമായിട്ട് പ്രമോഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ മതം മാറ്റം സജീവമായി നടക്കുമ്പോൾ ഇത്തരത്തിൽ ബീഫ് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന സാഹചര്യത്തെ നമുക്ക് അങ്ങനെ അങ്ങ് ലളിതമാക്കി കാണുവാൻ കഴിയുക? ഒട്ടുമേ ലളിതമാക്കി നമുക്ക് കാണുവാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇത്തരം ശ്രമങ്ങൾക്ക് നേരെ വളരെ സംഘടിതമായി തന്നെ പോരാടേണ്ടതുണ്ട്. ഒരു കാരണവശാലും മറ്റൊരാളുടെ വിശ്വാസത്തിന് മുകളിൽ കടന്നു കയറേണ്ട കാര്യമില്ല. അയാൾക്ക് ബീഫ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അയാൾ കഴിച്ചോളും, ഇയാൾ നിർബന്ധിക്കേണ്ട. പോർക്ക് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഷിയാസ് കരീം പോർക്ക് കഴിച്ചാൽ മതി. മറ്റാരെങ്കിലും നിർബന്ധിച്ചോ ഷിയാസ് കരീമിനെ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഷിയാസ് കരീം ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തായാലും ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് ഒരു കാരണവശാലും സാധിക്കില്ല. മറ്റൊരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി, ആ പെൺകുട്ടിയും ചിലപ്പോൾ ഈ രീതിയിലൊക്കെ ആയിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വലിയ ഗൂഢസംഘങ്ങൾ കേരളത്തിൽ മട്ടാഞ്ചേരി മാഫിയ. ഈ മട്ടാഞ്ചേരി മാഫിയ എന്താണ് ചെയ്യുന്നത്? മട്ടാഞ്ചേരി മാഫിയും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിലേക്ക് വന്ന കുംഭമേളയിലെ വൈറൽ സുന്ദരി, ഈ വൈറൽ സുന്ദരിയെ ഈ തരത്തിലൊരു ട്രാപ്പ് ജിഹാദിലേക്ക് പെടുത്തുന്നതിൽ നിർണായക പങ്ക് ഈ മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇത്തരം കേന്ദ്രങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് കൊച്ചി പോലുള്ളൊരു കേന്ദ്രത്തിൽ എങ്ങനെയാണ് നമുക്ക് ആൾക്കാരെ വിശ്വസിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുക? ഇവർ നമ്മുടെ വിശ്വാസത്തെയും ആചാരക്രമങ്ങളെയും അടിമുടി അതിക്രമിച്ച് ആ രീതിയിൽ തച്ചുടച്ച് നമ്മെ മറ്റൊരു ചിന്താധാരയിലേക്ക് കൊണ്ടുചെന്ന് ആക്കുവാനാണോ ശ്രമം നടത്തുന്നത്? അതാണോ നിങ്ങളുടെ ജനാധിപത്യ മൂല്യം? ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ നമ്മുടെ സ്വത്വബോധത്തെ നശിപ്പിച്ചു കളയാണ് ടിപ്പു സുൽത്താൻമാരായിട്ട്, ഈ ആധുനിക ടിപ്പു സുൽത്താൻമാരായിട്ട് വിലസുകയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ അതിനിടയിലാണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് നിമിഷ ഫാത്തിമയും അഖില ഹാദിയും ഒന്നും കെട്ടുകഥകളല്ല. നിരവധിയായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് ആൾക്കാർ പുറത്തേക്കറിഞ്ഞ 1-2 സംഭവങ്ങൾ, അതിൽപ്പെട്ട കുറേയധികം ആൾക്കാർ ഈ ആർഷവിദ്യാസമാജത്തിലൊക്കെ ചെന്ന് കിടപ്പുണ്ട്. അവരെ ഒരുപാട് ഈ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായതിനു ശേഷം തിരിച്ചു വന്ന എത്രയോ ആൾക്കാർ. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത് 1-2 കേസുകളിൽ ഒതുങ്ങുന്നതല്ല. ഇനി നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചു എന്ന് പറയുന്നതും അതൊരു കെട്ടുകഥയല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ പിന്നെ അത് നടന്നുകൂടാത്തത് എന്താണ്? എന്തായാലും ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കുവാനേ സാധിക്കുകയില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.